വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മുടെ അമ്മച്ചീന്റെ മോസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. എന്റെ മരുന്നുകളെ അമ്മച്ചിയാണ് 24 മണിക്കൂർ മറന്ന്. ശരി ശരി ശരി. അമ്മച്ചീന്റെ മോസ്റ്റ് ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പൊ നമ്മൾ അമ്മച്ചിക്ക് ഇതേ സമ്മാനം കൊടുക്കുവാണ്. അമ്മച്ചിക്ക് സമ്മാനം എന്താ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പൊ കേണിച്ചിറ ടൗണിൽ പോയി നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങ് വന്നോളൂ. അയ്യോ എന്തായാലും എലഗന്റ് ആയിട്ടുള്ള നൈറ്റ് ആണ് അമ്മച്ചി. ഇഷ്ടമായി അമ്മച്ചി? വെള്ളയല്ലോടാ, അതെ ഈ ശൃംഗിയില്ലേ, നല്ല വെറൈറ്റി ആയിട്ടില്ലേ അമ്മച്ചി? ഇത് ഇട്ടിട്ട് വേണം അമ്മച്ചിന്ന് കേക്ക് മുറിക്കാൻ. സന്യാസിയാകാൻ പോവാ. അതാ കാഷായ വസ്ത്രം. നല്ല രസല്ലേ കളർ പ്ലെയിന്. എവിടുന്ന കുഞ്ഞാറ്റേന്നോ? കുഞ്ഞാറ്റേന്നോ ഗായ്സ്? അപ്പൊ നമ്മുടെ അമ്മച്ചിന്റെ മോസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്മച്ചിക്കുള്ള കേക്കും സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പൊ വാങ്ങിട്ട് വന്നതാണ് അല്ലേ? അതെ. ഇപ്പൊ ഞങ്ങള് ആകെ തിരക്കില് കടുമുടു നിക്കുവാണെന്നുണ്ടോ. സാധനങ്ങളൊക്കെ ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതേ ഇവിടേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അമ്മേ ഹലോ വെക്കാം. ഹലോ ഉണ്ടോ? ആ ഉണ്ട്, വെക്കാം. ഇതുണ്ടോ ചിലരൊക്കെ അപ്പൊ അമ്മച്ചിന്റെ ഹാപ്പി ബർത്ത്ഡേ നമ്മളിന്ന് നല്ല പാർട്ടി ആക്കൂലോ, ചില്ലാക്കുവോ? ഇങ്ങനെ പറയുന്നേ. അപ്പൊ നമ്മള് അമ്മച്ചിക്ക് ബർത്ത്ഡേക്ക് ഇതുണ്ടോ ഞങ്ങൾ അവിടെ വന്നത് ഇങ്ങ് പൊക്കി അമ്മച്ചി. ഇതേ പങ്ങനെ തലേ നിൽക്കുന്നുണ്ടോ? അതിന്റെ വലുത് അമ്മച്ചി നമ്മുടെ ഇവിടെ വലുതല്ലേ? ഇതുണ്ടോ അതിന്റെ ചെറുതാണ്. ചെറുത് മുട്ടായി പോലെ ഈ തെമ്മാടി ആട്ടോ. അപ്പൊ രാവിലെ നെയിൽ പോളിഷ് അക്കൂരത്തി ചാടിച്ചത്. എന്റെ കണ്ണട ഇപ്പൊ ചാടിക്കും. നോക്ക് എന്നെ മരുന്ന് വെട്ടീന്റെ പൊക്കത്ത് കയറി നിൽക്കും. എന്റെ കണ്ണട ചാടിക്കൂടാ. എന്താലേ ഡബിൾ കളറാണ് അവന്റെ. ഉണ്ടാഹേ. അയ്യോ കുഞ്ഞ് നല്ല മണമുണ്ടല്ലോ അമ്മേ പൂവിന്. ഗായ്സ് അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നീ അപ്പൊ നമുക്ക് പാർട്ടിയൊക്കെ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഇതാക്കണം. അമ്മച്ചിയാണ് എങ്ങനെ കൊറേ മരുന്ന് നിന്ന് തീർക്കാന്നാണ് അമ്മച്ചിന്റെ വിചാരം. തിന്നാനാണോടാ? ശരി തേച്ചോ. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മളിത് കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയിലാണ്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ഗായ്സ്. ഇതുണ്ടോ ഇത് ആരെങ്ങനെ കിടന്ന് കളിച്ചിന്റെ മോനെ ആരാണിത്? കളിച്ചിന്റെ കുട്ടന് ആരാണിത്? ഗായ്സ് അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് മോസ്റ്റ് ആയിട്ട് ഐസ്ക്രീം തിന്നണം. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഐസ്ക്രീം എടുക്കാം. അപ്പൊ നമുക്ക് ഞാൻ പോയിട്ടാ ഐസ്ക്രീം എടുക്കാനുള്ള പാത്രം ഞാൻ എത്ര ഐസ്ക്രീം 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 തിന്നാൻ നോക്കാം. ഇത് വേറൊന്നുമല്ല, ഐസാണ്. ഐസ്ക്രീമിന്റെ പൊക്കത്തുള്ള ഐസ് ഞാൻ എന്റെ പിംപിൾസിൽ വെച്ചാണ്. വാവ് നോക്ക് ഗായ്സ്. ശരിക്കും ഇനി ഞങ്ങൾ ഐസ് ഉണ്ടാക്കി തീറ്റ തന്നെ ആയിരിക്കും വെച്ച് ഒന്നും നോക്കണ്ട, അതത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുക്കളയിൽ പോയിട്ട് പാത്രം എടുക്കണം ഗായ്സേ. മമ്മ പാത്രം എടുക്കണ്ടേ? ഒന്ന് വരുവോ? അപ്പൊ ഇനി പാത്രമൊക്കെ 5 പാത്രം കിട്ടിയല്ലോ. 5 പാത്രം. സ്പൂണൊക്കെ ഇവിടെയാണ്. 1 2 3 4. ഇതൊന്ന് കഴുകുവറ്റേ മമ്മേ. അടുത്ത് വാവാറ്റിയത് കഴുകണം. അവ നമ്മൾ ഐക്യം കഴിക്കാൻ പോന്നെ. മോൻ താത്ത് കത്തണം, നച്ചും തിന്നണം അല്ലേ മമ്മേ? നടന്നോ. അതിൽ പാത്രം കഴുകണം. വെള്ളം എടുത്തോ അതിന്? ഓക്കെ നടക്ക. അയ്യോ ലൈറ്റ് ഓഫ് ആക്കില്ല ഗായ്സ്. അടുക്കളത്തെ ലൈറ്റ് ഓഫ് ആക്കട്ടെ. ഓക്കെ അപ്പൊ നമുക്കിനി മോസ്റ്റായിട്ട് അടുക്കളയിൽ നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട്. അയ്യടാ ഒറ്റയ്ക്ക് തിന്നാനാണോ പ്ലാന്? പിന്നെ നീ വലിയ ആളൊന്നും ആണ് കേട്ടോ. നിറച്ച ഐസ്. ഹലോ പാത്രത്തോടെ ഗായ്സ് നമ്മൾ മാംഗോ ഫ്ലേവറുള്ള ഐസ് അല്ലേടാ വാങ്ങിയത്? ഞാൻ പറഞ്ഞു വാനില വാങ്ങാൻ. വാനില വിത്ത് ചായ ഗായ്സ്. വാനില ഇടോ ലൈക്ക് വാനില ഉണ്ടായിരുന്നു മറ്റേ നമ്മൾ മാംഗോ വാങ്ങിയത്. എന്താ പറയാനുള്ളേ? എന്ത് പറയാം ഗായ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്യാൻ നോക്കാം. കട്ട് ചെയ്യാനല്ലോ ഐസ്ക്രീം തിന്നാൻ നോക്കാം. അതെ ഇതാ അമ്മേ മോസ്റ്റ് ആയിട്ട് ഐസ്ക്രീം മാംഗോ ഫ്ലേവർ. ഹേ മമ്മ മോസ്റ്റ് ആയിട്ട് വെള്ളം വിട്ടാ വേഗം പാത്രത്തിലേക്ക്. മമ്മ ഇതാ മോസ്റ്റ് ആയിട്ട് വെള്ളം മണപ്പിച്ചേടാ. തോണ്ടി മണപ്പിക്കുന്നത് കുഞ്ഞിന്റെ വായിലിടണം. അപ്പോൾ മോസ്റ്റ് നമ്മുടെ ഐസ്ക്രീം കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ മാംഗോ? നല്ലതാണല്ലോ. അങ്ങനെ അലുത്തും പോയില്ലല്ലോ. അത് നമ്മളിപ്പോ വന്ന അവിടെ തിന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഈ മോസ്റ്റ് ആയിട്ട് നമ്മള്
നമ്മുടെ മാംഗോ ഫ്ലേവർ തിന്നുവാണ് ഐസ്ക്രീം. കുഞ്ഞിക്കുട്ടന് നല്ല ഇഷ്ടം. അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് പോവാണ്. ഇതാണ് നമ്മുടെ മോസ്റ്റ് അമ്മച്ചി. ഇതേ ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മച്ചി ബർത്ത്ഡേ ഗേൾ. പിന്നെ ഇതേ വാവാറ്റ, മമ്മ, പൈങ്കിളി, പിന്നെ ഈ ഡയാന. ഞങ്ങൾ 4-5 പേര്, ഞങ്ങൾ 4 പേരും റെഡിയാണ് അമ്മച്ചീന്റെ കേക്ക് തിന്നാൻ വേണ്ടി. ഓ സോറി, കേക്ക് കട്ട്. സത്യം അതാണ് കേട്ടോ. അപ്പൊ അമ്മച്ചി ഇതേ നല്ല ഗെറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മേന്റെ അടുത്ത് കാലൊക്കെ ചൊറിയുന്നുണ്ട്, വാവാറ്റയും കാല് ചൊറിയുന്നുണ്ട്. കാരണം പോക്കിമോൻ അവിടെ നിന്ന് മറ്റേ തോണ്ടുന്നുണ്ട്, കൂട്ടി കിടന്നിട്ട് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് കേക്ക് ഇതാ ഗായ്സ് ഇവിടെ റെഡിയാണ്. പിന്നെ ഒരു കുന്നും മിഠായികളുണ്ട്. അപ്പൊ കൊറേ മിഠായി മുഴുവൻ ആ മിഠായി. അതെ, മുമ്പേ കൊതി ഞാൻ 10 നിന്ന് തീർത്താൻ വെച്ചു. അപ്പൊ പേടിക്കണ്ട. അപ്പൊ പൈങ്കിളി ഇടയ്ക്ക് മിഠായി തോണ്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹലോ 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 ക്യാമറ കാണിക്കാൻ ഗായ്സ്. ആ അത് തന്നെ സത്യം ഗായ്സ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു സാധനം ഇവിടെ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ടോട്ടലി ഡിഫറെന്റ് ആയ പോലെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. എന്താണ് ഇവിടെ ഒരു വലിയ സാധനം മിസ്സിംഗ് ആണ് അല്ലേ? നമ്മുടെ പൈങ്കിളിന്റെ ബർത്ത്ഡേ വരെ നമ്മൾ കേക്ക് കട്ട് ചെയ്തത് ആ 10,000ന്റെ പൊക്കത്ത് വെച്ചിട്ടായിരുന്നു. ഇപ്പൊ അത് നമ്മൾ മമ്മ മുറിച്ച് വെട്ടി മാറ്റി ഇത് അതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ഇവിടെ വെച്ചേക്കുവാണ്. ബാക്കി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മോസ്റ്റ് ആയിട്ട് പുതിയ സ്ഥലങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ട് ടേബിളൊക്കെ ഇട്ടിട്ട്, കാരണം അത് ഫുൾ ചെതല് പിടിച്ചായിരുന്നു അല്ലേ, അതുകൊണ്ട് നമ്മൾ ഫുൾ അത് മാറ്റി. യെസ്. അപ്പൊ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ ദൈവങ്ങളൊക്കെ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ടേബിൾ ഇങ്ങോട്ട് ഇട്ട് നമ്മൾ ഇവിടെയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പുതിയ പ്ലേസ് നമ്മൾ അതന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്തു ഗൈസ്. മിക്കവാറും ബർത്ത്ഡേ കഴിയുമ്പോൾ കേക്ക് മുറിച്ചുമ്പോഴേക്കും മിഠായി ഇവിടെ നിന്ന് തീരും, കാരണം പങ്കൻ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തിരി വെച്ച് പ്രാർത്ഥനയോടെ അമ്മച്ചീന്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഗൈസ്. സോ ഇറ്റ്സ് കേക്ക് കട്ടിംഗ് ടൈം. നോ പ്രയർ ടൈം. അപ്പൊ ലെറ്റ്സ് ഗോ അല്ലേ, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ തിരി കത്തിച്ച് നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അമ്മച്ചി തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പൊ ഗായ്സ് മോസ്റ്റ് ആയിട്ട് നമ്മള് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരി നമ്മൾ ഐശ്വര്യമായിട്ട് ഇതാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, വേറെ ഒന്നുമല്ല ഗായ്സ്, നമ്മുടെ കേക്ക് ഇവിടെ സെറ്റാണ്. അപ്പൊ നമുക്ക് കേക്ക് അൺബോക്സ് ചെയ്താലോ? യെസ്. അപ്പൊ അൺബോക്സ് ചെയ്യ ഗായ്സ്, നിങ്ങൾ തന്നെ അൺബോക്സ് ചെയ്യും. അപ്പൊ അതെ ചെയ്യടാ, അത് തന്നെ ചെയ്യടാ അങ്ങോട്ട്. ഇപ്പൊ ഞാൻ ചെയ്യണോ? മോസ്റ്റ് ആയിട്ട് രണ്ട് മാന്ത്രിക തലയൊക്കെ. ഗായ്സ് നമ്മുടെ കേക്ക് സ്പെഷ്യൽ ആണ് അല്ലേ മമ്മേ? മമ്മി എവിടെ? മുമ്മി എന്നാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മുമ്മി. നമ്മൾ ആക്ച്വലി കേക്ക് വാങ്ങാൻ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫുള്ള് തിരക്കിന്റെ ഓട്ടത്തിന്റെ തലയായി പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ അതിന്റെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് മമ്മ ഷോർട്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ മോസ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് എടുത്തു വെച്ചോ. കേക്ക് ഇത് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു വെച്ചോ ഈ കടലാസിൽ വെക്കണ്ടല്ലോ, വെക്കണോ? അത് ചാടിയത് കണ്ടോ? അതിന്റെ സൈഡിലേക്ക് ഇത് കണ്ടോ? ഇത് കിടക്കുന്ന തേൻ വേണ്ട, അതെന്തോ ഒരു ബോറുണ്ട്, എടുക്ക്. ഈ ടേബിളിലേക്ക് തന്നെ വെച്ചോ. വൃത്തിയില്ല. നമ്മൾ എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷൻ വേണല്ലോ. ഇളകിയാണോ കേക്ക് സൈഡിലേക്ക് പോയത്? പറ്റേ ഓട്ടോ ഈ വഴി നമ്മുടെ റോഡ് എന്ത് തന്നാ മതി അമ്മയോട് ചോദിച്ചു കേട്ടോ. കാരണം ദൈവമേ, മുട്ട അതുപോലെ കേക്ക് ഇങ്ങനെയുള്ള പൊട്ടുന്ന സാധനങ്ങളൊന്നും പെട്ടെന്ന് ഇതായി പോകുന്ന സാധനങ്ങളൊന്നും ഉണ്ടല്ലോ, അതന്നെ നമുക്ക് നമ്മുടെ വഴി കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെയും കുഴപ്പമില്ല, വണ്ടിക്ക് വരുമ്പോ ഭയങ്കര സീനാണ്, പ്രത്യേകിച്ച് ഓട്ടോ വരുമ്പോ. അത് ഇങ്ങോട്ടേക്ക് ശരിയാക്കി വെച്ചോട്ടോ. അപ്പൊ കേക്ക് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മിഠായി കൊണ്ട് സത്യം പറഞ്ഞാൽ അമ്മേ
ഇത് ഈ ടേബിളിന്റെ ഡിസൈൻ കാരണേ കേക്കിനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്ലെയിൻ ആവുമായിരുന്ന രസമായേനെ. അധികം ഇതാക്കണ്ട കേട്ടോ അമ്മച്ചി. ഇത് ഇതിന്റെ കേക്കിന്റെ തലയിലേക്ക് വന്നിരിക്കും. കുറച്ച് ഇതാക്കിയാ മതി. അതിന്റെ ചുറ്റും വെച്ചോ. ചുറ്റും വേണ്ട. ഗായ്സ് ഐ തിങ്ക് ഇത് ചോക്ലേറ്റ് ബോൾ ആണെന്ന് തോന്നൂലേ. എന്തായാലും ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കട്ട് ചെയ്യാനുള്ളൊരു ഇത് നോക്കാം. അല്ല ഇനി കട്ട് ചെയ്താലോ ഗൈസ് നമുക്ക്? ഇപ്പഴേ കട്ട് ചെയ്യണ്ട. അയ്യോ ക്യാൻഡിൽസ് ഇല്ല. ഓ സാരല്ല, അല്ലെങ്കിൽ നമ്മൾ ഊതാനും കത്തിക്കാനും മറന്നു. അതിന് പകരമായിട്ട് നിലവിളക്ക്. അതെ, അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അത് അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഉണ്ട മുറിക്കണ്ടല്ലോ. ഉണ്ട മുറിക്കണ്ട, ഉണ്ട മുറിക്കല്ലേ. വലിയ ഭൂമി, ചെറിയൊരു ഭൂമി, ഒരു പൂവും അല്ലേ? ശരിയാ, ഭൂമി കുഞ്ഞാറ്റേന്റെ ഗ്ലോബ് പോലെ. എടാ നിനക്ക് കിട്ടിയ ഗ്ലോബ് പോലെ അല്ലേടാ? സത്യ ഗ്ലോബിന്റെ പരിപ്പ് പങ്ങനെ എടുത്താ വെച്ച് അതൊന്ന് ഒട്ടിച്ചാ മതി. പങ്ങനെ എടുക്കാത്ത ഒന്നുമില്ല. അല്ല അതിനി കൊണ്ടുപോയി നമുക്ക് ഒട്ടിച്ച് ശരിക്ക് വെക്കണ്ട. എടുക്കട്ടെ. അപ്പൊ ഗായ്സ് നമ്മള് മോസ്റ്റ് ആണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മച്ചി ചക്കരക്കുട്ടി. അങ്ങനെ നമ്മുടെ അമ്മച്ചി കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതെ, അതാ അമ്മച്ചിക്ക് ഉമ്മ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ ഉമ്മ അത്ര പോരും. അപ്പൊ ഞാൻ എന്റെ അമ്മച്ചിക്ക് ഇതേ മോസ്റ്റ് ആയിട്ട് ഇതേ കേക്ക് പറഞ്ഞു വരാൻ തോന്നുന്നില്ല. ഇതേ അമ്മച്ചിക്ക് കേക്ക് നല്ല മധുരം, ഭയങ്കര മധുരം, അടിപൊളി. ഞങ്ങള് മധുരത്തിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് മധുരമുള്ളത് എന്തായാലും നല്ല കാര്യമായി അല്ലേ പറ്റി. പിന്നെ അടുത്ത നമ്മുടെ പങ്കനാണ് നമ്മുടെ അമ്മച്ചീന്റെ വായിൽ കേക്ക് ഇട്ടത്. പക്ഷെ അമ്മച്ചി കേക്ക് ഇടുവോ നമുക്ക് നോക്കാം. ഇടൂ അത് തന്നെ പോട്ടെ. അത് തന്നെ. ഇനി വാവാറ്റേന്റെ വായിലിടുന്ന കണ്ടാലോ? അതെ വാറ്റയ്ക്ക് അറിയാത്തൊക്കെ അല്ലാറ്റി. നമ്മുടെ അമ്മച്ചിക്ക് കേക്ക് കൊടുക്കാണ്. അതെ തീർച്ചയായിട്ടും കൊടുത്തോ. അമ്മച്ചിന്റെ ഒരു ഉമ്മയും കൂടി ഫ്രീ ആയിട്ട് കൊടുത്തേക്ക്. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ കൊടുത്തില്ല അമ്മച്ചിക്ക് ഉമ്മ. എനിക്ക് കൊടുക്കണം. ഉമ്മ കൊടുക്കണം. നീ മുറിച്ചു വെച്ചേ ഗായ്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കേക്ക് അറ്റാക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അമ്മച്ചീനെ അറ്റാക്ക് ചെയ്യാനാണ് ഞാൻ പോയത് ഗൈസ്. അപ്പൊ നമുക്കിനി കേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, മോസ്റ്റ് ആയിട്ട് കുറെ എണ്ണം വലിച്ചു വരാം. എല്ലാവർക്കും വേണ്ടത്ര കൊടുത്തു വെച്ചേ. അയ്യോ മതി അമ്മച്ചി, മതിയായി. എന്താ അറിയോ, സെൽഫി എടുക്കും. വാ ലെറ്റ്സ് ടേക്ക് സെൽഫി നൗ ഗൈസ്. അതന്നെ അതിനൊരു പിടിയുണ്ടോ? ഇതിന് ജീവനില്ലല്ലോ. ഇതെടുത്തോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതെടുത്തോ. അല്ലാണ് ജീവനില്ലാന്ന്. മധുരമുണ്ടോ? ഒന്നുമില്ല, അവര് ഇതിന് വെച്ചതാ. മധുരമുള്ള പൂവിനല്ലേ, അത് ഞാൻ എടുത്തു. അത് കേക്കിന്റെ തന്നെ തിന്നാൻ കൊള്ളില്ല. ഇച്ചിരിയോടെ കൊടുത്തു വെച്ചേ. പറയാമേ ഞാൻ കേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അമ്മച്ചി തിന്നണ്ടേ? മമ്മീനെയൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാം. അയ്യോയെ, അത് കളിപ്പായി പോയില്ലേ എനിക്ക്. കൊടുക്ക ഓടിച്ചുവിടാൻ പാടില്ല ബർത്ത്ഡേക്ക് വരുന്നവരെ. ഓ അതാണ് എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ മുറിച്ച്. എനിക്ക് മതി കേക്ക്, വയറ് ഫുള്ളായി. നാളെ ഗസ്റ്റുകൾക്ക് കൊടുക്കാം നമുക്ക് കേക്ക്. അല്ലേ ഗായ്സ്? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടെന്ന് ഓർത്തിട്ട് മാത്രം സത്യം ഗായ്സ്. അപ്പൊ നമ്മളിനി ഗായ്സ് അപ്പൊ നോക്കിക്കേ, അമ്മ നമ്മുടെ അമ്മച്ചീന്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് മേക്ക് ചെയ്ത പാലപ്രഥമൻ അമ്മച്ചീനെ കൂടി
കുഞ്ഞു പിള്ളേർക്ക് വാരി കൊടുക്കുന്നതാണ്. വാരി കൊടുത്ത് അമ്മച്ചീനെ പായസത്തിൽ കുളിപ്പിക്കാനാണ് അമ്മ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പൊ മോസ്റ്റ് പാലപ്പെട്ടവൻ ഗായ്സ് അമ്മച്ചീന്റെ ടേൺ കഴിഞ്ഞു. ഇനി ഞാനും തോന്നിട്ടെ നോക്കട്ടോ. എല്ലാരും കഴിച്ചോ? തന്നേ പങ്കനും കൊടുക്ക്. എടാ പങ്കിക്ക് കുടിച്ചാ കൊച്ചിന് വേണ്ടോന്നോ ആർക്കോട്ടെ. എന്റെ വയറ് ഫുള്ളായിട്ട് ഞാൻ സൈഡായി നിക്കോ. കൊച്ചിതുണ്ടല്ലേ കേക്കൊക്കെ തിന്ന് കൊച്ചിന്റെ വയറ് നിറഞ്ഞിട്ട് കൊച്ചിന് വയറുവേദന കഴിച്ചു. ഗായ്സ് അങ്ങനെ നമ്മുടെ അമ്മച്ചിക്ക് പാർട്ടി ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ടയേർഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേക്കൊക്കെ കഴിച്ചിട്ട്. അപ്പം നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇനി ചാച്ചാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫുഡൊക്കെ മുമ്പേ കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും കേക്കൊക്കെ കണ്ടില്ലേ ഫുള്ള് മതിയായി ഗായ്സ്. അപ്പം നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗായ്സേ. അപ്പം എല്ലാവർക്കും നമ്മുടെ അമ്മച്ചീൻ്റെ ബർത്ത്ഡേ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ അമ്മച്ചീനെ അനുഗ്രഹിച്ചോണം. അമ്മച്ചീനെ മോസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും മോസ്റ്റ് വിഷസ് ഒക്കെ പറയണം കേട്ടോ. അപ്പം എന്തായാലും ഗായ്സ് നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വ്ളോഗിലൂടെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഓ മോസ്റ്റ് ഇതെന്നാ ഞാൻ കൊണ്ടുപോട്ടെ. ടാറ്റാ.